കോടികൾ മുടക്കി എന്തിന് ഇങ്ങനൊരു സഭ എന്നത് പ്രതിപക്ഷം നിരന്തരമായി ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ 3 കോടി, ബഡ്ജറ്റിൽ 2 കോടി, അതിനു പുറമെ സർക്കാർ 1 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇത്രയും പണം മുടക്കി എന്തിനാണ് ഇങ്ങനെയൊരു ധൂർത്ത് എന്ന് ചോദിക്കുന്നവരോട് എന്താണ് മറുപടി? താങ്കൾ ഇതിന്റെ സംഘാടക കൺവീനർ കൂടിയാണല്ലോ. എനിക്ക് മനസ്സിലാവാത്ത ധൂർത്ത് എന്താണെന്നാണ്. ഈ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന താങ്ങി നിർത്തുന്ന പ്രവാസി സമൂഹത്തെ 2 വർഷത്തിലൊരിക്കൽ നിയമസഭയിൽ ശങ്കരനാരായണ തമ്പി ഹാളിൽ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ വിഷയങ്ങൾ സാധാരണ ലേബർ ക്യാമ്പിൽ പണിയെടുക്കുന്ന പ്രവാസി തൊട്ട് വ്യവസായ രംഗത്തേക്ക് അടക്കം മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതാണോ ധൂർത്ത്? എനിക്കത് മനസ്സിലാവാത്തതിന് ചോദിക്കുക, എന്താണ് ധൂർത്ത്? ഇവിടുത്തെ ഈ രാജ്യത്തെ ഇപ്പോഴത്തെ പുതിയ കണക്ക് പ്രകാരം ഈ രാജ്യത്ത് വരുന്ന NRI മണി എത്രയാണ്? ലോകത്ത് എവിടെ സാമ്പത്തിക മാന്ദ്യം സംഭവിച്ചാലും ഇന്ത്യ അങ്ങനൊരു മാന്ദ്യം ഉണ്ടാവുന്നില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇവിടെ ലീഗലായിട്ട് വരുന്ന കാശാണ് NRI അക്കൗണ്ട് മുഖാന്തരം. ഇപ്പം 2 കോടി രൂപ ചിലവാക്കുന്നു. മുമ്പ് ഈ ധൂർത്തെന്ന് പറയുന്നത് ആ ശങ്കരനാരായണ തമ്പി ഹാളിൽ കുഷനുള്ള കസേര ഇട്ടു എന്ന് പറഞ്ഞാണ് ധൂർത്താക്കി മാറ്റിയത്. രണ്ടാമത് നല്ല ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞാണ് ധൂർത്തെന്ന് പറഞ്ഞത്. ഇവിടെ നിന്ന് തൊഴിൽ തേടി വിദേശത്ത് പോയി ഇവിടെ ധനമുണ്ടാക്കി ഈ നാടിനെ നാടാക്കി മാറ്റിയ പ്രവാസികൾക്ക് വേണ്ടി ചർച്ച ചെയ്യാനും അവരുടെ വിഷയങ്ങൾ പരിഹരിക്കാനും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുന്ന വലിയ കാര്യമല്ലേ? ആ കാര്യം എങ്ങനെയാണ് ധൂർത്തായി മാറുന്നത്? 1-ാം ലോക കേരള സഭയും 2-ാം ലോക കേരള സഭയും 3-ാം ലോക കേരള സഭയും ഇപ്പോൾ 4-ാം ലോക കേരള സഭയാണ്. ഒരു പ്രവാസി സംഘടനയും വിദേശത്ത് പണിയെടുക്കുന്ന ഒരു പ്രവാസി സംഘടനയും ഇത് ധൂർത്തെന്നോ ഇത് ആവശ്യമില്ലാത്ത കാര്യമെന്നോ പറയില്ല. പിന്നെ എങ്ങനെയാണത് പറയുന്നത്? ഏതെങ്കിലും ഒരു സംഘടന പറയുന്നുണ്ടോ? ഈ സഭകളിലെല്ലാം എല്ലാ പ്രവാസി സംഘടനയും പങ്കെടുക്കുന്നുണ്ടോ? കേരളത്തിൽ നിന്നുള്ള വിദേശ രാജ്യങ്ങളിലുള്ള സംഘടനകളും അകത്തുള്ള മുഴുവൻ ആൾക്കാരിൽ പങ്കെടുക്കുകയാണ്. പങ്കെടുത്തിട്ട് അവർ ചർച്ച ചെയ്യപ്പെടുന്ന ആ വിഷയങ്ങൾ, ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? ഏത് വിഷയമാണ്? ഓരോ വിഷയമായിട്ടാണ് എടുത്ത് പറയാൻ. മടങ്ങി വരുന്ന പ്രവാസികളുടെ റീഹാബിലിറ്റേഷന് വേണ്ടി NDPRM പദ്ധതി വിപുലീകരിച്ചില്ലേ? അവർക്ക് 30 ലക്ഷം രൂപ വരെയുള്ള വായ്പ കൊടുക്കുന്നില്ലേ? പ്രവാസികൾക്ക് സഹകരണ സ്ഥാപനങ്ങൾ സഹകരണ മേഖലയിൽ പ്രവാസികൾക്ക് വേണ്ടി നിരവധി സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടില്ലേ? ബിസിനസ് ഫെസിലിറ്റേഷൻ സെൻറ്റർ തുടങ്ങിയില്ലേ? പ്രവാസികളുടെ സംരംഭം തുടങ്ങാൻ വേണ്ടി സഹായം ചെയ്തില്ലേ? പ്രവാസി പെൻഷൻ വർദ്ധിപ്പിച്ചില്ലേ? 500 രൂപയായിരുന്ന പെൻഷനില്ലേ 2000-ഉം പിന്നെ അത് 3000-ഉം 3500 രൂപയെ വർദ്ധിപ്പിച്ചത്. അതിൻ്റെ ആനുകൂല്യം ഏകദേശം 50,000-ഓളം ആൾക്കാർ ഈ പെൻഷൻ ഇപ്പോൾ പറ്റിയല്ലേ? 9 ലക്ഷത്തിലധികം ആൾക്കാർ ഈ പദ്ധതി ചേർന്നിട്ടില്ലേ? റവന്യൂവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഏറ്റവും വലിയ പ്രശ്നം പ്രവാസിയുടെ പ്രശ്നം എന്താണ്? അതിന് തർക്കം, അതിൻ്റെ പ്രശ്നങ്ങൾ, വസ്തുവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ. ലോക കേരള സഭയുടെ ഭാഗമായ ഒരു പോർട്ടൽ തന്നെ രൂപീകരിച്ചില്ലേ? പരാതി പരിഹരിക്കാൻ 24 മണിക്കൂർ കൊണ്ട് പരിഹരിക്കാൻ വേണ്ടി മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു പോർട്ടൽ തന്നെ അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടില്ലേ? ലോക കേരള സഭയുടെ ഭാഗമായി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ആരംഭിച്ചിട്ടില്ലേ? എന്താണ് ആ സഭ കൊണ്ടുള്ള കുഴപ്പം? ഇതിൽ ഈ സാധാരണ പ്രവാസികളുടെ വിഷയം അവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുന്നു. സാധാരണ പ്രവാസി, ലേബർ ക്യാമ്പിൽ പണിയെടുക്കുന്ന പ്രവാസിയോട്ട് ഹൗസ് മെയ്ഡ് അടക്കം നമ്മുടെ മുഴുവൻ ആളും പങ്കെടുക്കുന്ന പ്രതികൾ പങ്കെടുക്കുന്ന ഒരു സഭയാണ്. ആ സഭയെപ്പറ്റി പ്രവാസികൾക്ക് ആക്ഷേപമില്ല. അവിടെയാണ് കാര്യം. എന്താണ് പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നത് എനിക്കറിയാൻ കഴിയുന്നില്ല. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ സംഘടനകൾ, പ്രവാസി സംഘടനകളെല്ലാം അതിൽ സഹകരിക്കുന്നുണ്ട്. അതാണ് വാസ്തവം.